ചെമ്മീനും ചേനയും കൂടി വറുത്തരച്ചൊരു തീയലായാലോ, സൂപ്പർ ടേസ്റ്റ് അല്ലേ. ഞാനൊരു 10 ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ സൈസ് ചെമ്മീനാണ്. കാര ചെമ്മീൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. വലിപ്പം കൂടുതലായതുകൊണ്ട് തന്നെ ഇതൊരു 2 കഷ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് കരുതി. ഓരോ ചെമ്മീനെയും 2ആയിട്ടൊന്ന് മുറിക്കാം. ഞാനിങ്ങനെ നെടുകയാണ് കീറുന്നത്. അപ്പോൾ 10 ചെമ്മീനിൽ നിന്ന് 20 പീസ് കിട്ടുമല്ലോ. അപ്പോൾ മസാലയൊക്കെ ചെമ്മീനിൽ നല്ലപോലെ പിടിക്കുകയും ചെയ്യും, കൂടുതൽ കഷ്ണങ്ങളും കിട്ടും. അങ്ങനെ മീനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചേന വേവിക്കാം. ഒരു മൺചട്ടിയിൽ കുറച്ച് ചേന സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഈ ചേന ഒരു പകുതി വേവാകുമ്പോഴേ നമ്മൾ ചെമ്മീൻ ഇടുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ചേന വേവുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്തരയ്ക്കാം. ഒരു ബൗളിൽ അല്പം തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ വറുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, പിന്നെ 2 ഉള്ളി കൂടി അരിഞ്ഞിടാം, ചുവന്നുള്ളി. ഇതെല്ലാം കൂടെ നല്ലപോലെ ചുവക്കെ വറുത്തെടുക്കുക. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കുന്നതായിരിക്കും നല്ലത്. ഒരുവിധം ആയിട്ടുണ്ട്. എല്ലാ തേങ്ങാ കഷ്ണങ്ങളും ഒരുപോലെ മൂക്കാൻ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പാകം വരെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. തീ നല്ലപോലെ കുറച്ച് വെച്ചിരിക്കുകയാണിപ്പോൾ. ഈ മല്ലിപ്പൊടി കൂടി നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ഇനി തീ ഓഫ് ചെയ്യാം. പാത്രം മാറ്റി വയ്ക്കുകയും വേണം. നമ്മുടെ ചേന എന്തായെന്ന് നോക്കാം. ചേന ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെമ്മീനും കൂടെ വെന്ത് വരുമ്പോഴേക്കും രണ്ടും കറക്റ്റായിട്ട് വന്നോളും. ചെമ്മീൻ ഒരുപാട് ഓവർ കുക്ക് ചെയ്യരുത്. ഒരു 10 മിനിറ്റിൽ കൂടുതലൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വറുത്ത തേങ്ങ ഞാനൊന്ന് അരച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചെമ്മീനും ചേനയും എന്തായെന്ന് നോക്കാം. രണ്ടും നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത് നല്ലപോലെ വെന്ത ശേഷം വേണം പുളി ഒഴിക്കാനായിട്ട്. കുടംപുളിയോ വാളംപുളിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാളംപുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണിത്. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ തേങ്ങ വറുത്തരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായൊരു കറിയാണിത്. മിക്കവാറും എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഇല്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ മിക്സിയിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് അല്പം കൂടി ചേർക്കുന്നുണ്ട്. പുളിയെല്ലാം കറക്റ്റാണ്. ഇനി ഒന്ന് നല്ലോണം തിളക്കട്ടെ. തിളച്ച് കുറുകി ചെമ്മീനിലും ചേനയിലും എല്ലാം ആ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ പിടിക്കട്ടെ. തീ ഞാൻ ഓഫ് ചെയ്തിടുകയാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഒരു 5-6 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അല്പം തേങ്ങാ കൊത്തും. ഇനി ഒരു 2-3 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിടാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇനി ഈ കറിയുടെ സ്വാദും മണവും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടാക്കി നോക്കൂ, ആസ്വദിച്ച് കഴിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.